ക്രിസ്മസ് എക്സാമിന് എല്ലാത്തിനും നല്ല കൊട്ടക്കണക്കിന് മാർക്കുണ്ട്. അബ്ദു എണീക്കടാ. ഞാൻ നിന്നെയല്ലേ വിളിക്കുന്നത്? നിന്റെ പേരല്ലാടാ അബ്ദു, നിനക്ക് ചെവി കിട്ടൂടെ? 3 മാർക്ക്. നീ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തിന് ജയിച്ചിട്ടുണ്ടോടാ? നിനക്ക് നാണമില്ലേ? നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വീട്ടിലൊരാളുണ്ടല്ലോ. നിന്നെ കൊണ്ടൊന്നും ഒന്നിനും കഴിയത്തില്ലടാ. പിന്നെ ഒരു അപേക്ഷയുണ്ട്, മറ്റുള്ള പിള്ളേരെ കൂടെ ചീത്തയാക്കാതിരുന്ന അവിടെ കാര്യമാക്കണ്ടാ, അറിയാലേ, എനിക്ക് മനസ്സിലാവും നിന്നെ. പക്ഷേ സ്കൂളിലൊക്കെ പഠിത്തം മാത്രമാടാ നോക്കുന്ന. നീ വിഷമിക്കണ്ട, നിന്നെ ജസ്റ്റ് പാസ് ആണെങ്കിൽ ഞാൻ സഹായിക്കാം. മോൻ എപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരുന്നാലാ? ജീവിതത്തിലെ ദുഃഖങ്ങൾ മാത്രം ആലോചിക്കാതെ സന്തോഷം നിമിഷങ്ങളോട് ആലോചിക്കുക. എന്റെ ജീവിതം മുഴുവൻ ദുഃഖം നിറഞ്ഞതാ അപ്പ. വിഷമിക്കേണ്ട മോനെ, ഞാനുണ്ട് നിന്റെ കൂടെ. നിന്നെ അവമാനിച്ചതിന് മുമ്പ് നീ തലയുർത്തി നിൽക്കണം. അവരുടെ എല്ലാം വാടപ്പിക്കണം. നിനക്ക് പറ്റൂടാ. ഇപ്പൊ കാര്യങ്ങളൊക്കെ എളുപ്പമാ, യൂട്യൂബും കാര്യങ്ങളൊക്കെ ഇല്ലേ. നിന്നെ വാപ്പ മോനെ സഹായിക്കാം. എന്താടാ നീ കളർ ഡ്രസ് ഇട്ടേക്കുന്നത്? നിന്റെ ബർത്ത്ഡേ വല്ലതുമാണോ? അതോ നിന്റെ റിസൾട്ട് മുൻകൂട്ടി അറിഞ്ഞോ? എല്ലാരും കേട്ടോ, ഒരു സർപ്രൈസ് ഉണ്ട്. 3-4 മാർക്ക് മേടിക്കുന്ന അബ്ദു മൊട്ട മേടിച്ചേ. നീ എന്ത് പാഴാടാ. ഇന്നിനെ സപ്പോർട്ട് ചെയ്യാൻ നിന്റെ കൂട്ടുകാരൻ പോലും ഇല്ലല്ലോ. നീ പരിപാടി നിർത്തുന്നേ എല്ലാവർക്കും നല്ലത്. ഞാൻ കാര്യം ചോദിച്ചോട്ടെ മുട്ടാ, നിനക്ക് 2-1 എത്രയാണെങ്കിലും അറിയാവോ? അപമാനിച്ചവരുടെ മുന്നിൽ തലയുർത്തി നിൽക്കണം. 3. ഓ, അതെങ്കിലും അറിയാലോ. ഭാഗ്യം. അവരുടെ എല്ലാം വാടപ്പിക്കണം. നീ 2. എന്നേക്കുമായി 1. അയ്യോടാ, നാളെ മാർക്ക് തരത്തില്ലേ? അറിയാടാ, പക്ഷെ ഞാൻ ഇല്ലടാ, എനിക്ക് ഒട്ടും വയ്യ. ആടാ, എന്നാ ഞാനും പോകുന്നില്ല.